ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മാത്സ് പഠിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ലെറ്റ്സ് ഏസ് മാത്സ് നമുക്ക് കുറച്ച് ഹാക്സ് വെച്ച് വളരെ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കുറച്ച് ഹാക്സ് ആണ്. സോ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഇതുകൊണ്ട് നിങ്ങളുടെ മാത്സിന്റെ ആ ഒരു കാലിബർ വർദ്ധിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം അല്ലേ. യെസ്. സോ ഫസ്റ്റ് വൺ, എന്താണ് സ്ട്രഗിൾ? നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഏതൊരു കുട്ടികളോട് ചോദിക്കാനും ഒരു 100 കുട്ടികളെ ഞാൻ എടുത്തിട്ട് അതിലൊരു 90 അവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയാൻ പോകുന്ന സബ്ജക്ട് മാത്സ് ആയിരിക്കും. ഫസ്റ്റ് എന്തായാലും അല്ലേ, ഒരു 90 സ്റ്റുഡൻസ് എങ്കിലും മാത്സ് ആവാനാണ് ചാൻസ് കൂടുതൽ, വളരെ ചാൻസ് കൂടുതൽ. എന്താണ് സ്ട്രഗിള്? നിങ്ങൾ മാത്സിന് ഹേറ്റ് ചെയ്യല്ല, നിങ്ങൾക്ക് എന്താണ് നിങ്ങളത് സ്റ്റക്ക് ആവുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരും. നിങ്ങൾ ശരിക്കും മാത്സിന് ഇഷ്ടപ്പെടാതിരിക്കല്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയി പോകും. ഇപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഒരു 2 മണിക്കൂറൊക്കെ ആ ഒരു ക്വസ്റ്റ്യന് തന്നെ ഇരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക് ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് അത് അങ്ങോട്ട് മനസ്സിലാവാതെ വരുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ ഈ സ്റ്റക്ക് ആവുന്ന സമയത്താണ് നിങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ മാം ഇങ്ങനെ ഒരു ബോർഡിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ എവിടെയോ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ സ്റ്റക്ക് ആയി പോകും. ആ സ്റ്റക്ക് ആയി പോകുമ്പോഴാണ് ആ ഒരു ഫീലിംഗ് വരുന്നത്, എനിക്ക് മാത്സ് ഇഷ്ടമല്ല എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ സ്പെൻഡിങ് 2 hours on one question. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കും ഞാൻ നന്നായിട്ട് പഠിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് മാത്സ് ഒന്ന് നല്ലോണം നോക്കണം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റക്ക് ആയി പോകും. നിങ്ങൾ കുറേ നേരം ഇല്ല എന്നെ കൊണ്ട് പറ്റും എന്ന് വെച്ചാൽ കുറേ നേരം അതിന്റെ മേലെ തന്നെ ഇരുന്നിട്ട് എന്താണ് മുന്നോട്ട് നീങ്ങാതെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താവും മാത്സിന് ഇഷ്ടമല്ലാതാവും അല്ലെ. അതുപോലെ ഫോർമുലാസ്, പിന്നെ മാത്സിലുള്ള മെയിൻ സാധനം ഫോർമുലാസ്, തിയറംസ് അല്ലെ. തിയറംസ് ഉണ്ടാവും, പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അത് മറന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴുള്ള അതൊരു ബുദ്ധിമുട്ട്. അപ്പം ലോ മാർക്സ് കിട്ടുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റുന്നതല്ല മാത്സ് പഠിച്ചാൽ എന്നിട്ട് നിങ്ങൾ എന്താണ് ഫീലിംഗ് ഡം വിച്ച് ഇസ് ഈക്വൽ ടു ഹേറ്റിംഗ് മാത്സ്. ഇങ്ങനെ നിങ്ങൾ മാത്സിന് ഈ ഒരു പ്രോസസ്സ് വഴിയാണ് നിങ്ങൾ മാത്സിനെ ഹേറ്റ് ചെയ്യുന്നത് അല്ലെ. നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കുറെ ടൈം അതിലിരിക്കും. അവസാനം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ മാർക്ക് കുറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാവരും മുന്നിൽ എന്താണ് എനിക്ക് മാർക്ക് കുറവാണ്, അപ്പൊ എനിക്ക് ഇതൊന്നും പറ്റില്ല എന്നുള്ള രീതിക്ക് ആവുമ്പോൾ നിങ്ങൾ അവസാനം മനസ്സിലാവും മാത്സ് ആണ് ഇതിന്റെ പ്രശ്നം അല്ലെ. മാത്സ് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ ഇനി പഠിക്കുന്നില്ല. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നഷ്ടമാണ് ചെയ്യുന്നത്. സോ മാത്സ് ബേസിക്കലി ഒരു സബ്ജക്റ്റ് അല്ല, അതൊരു സ്കില്ല് പോലെയാണ് അല്ലെ. നമ്മൾ മാത്സിന് ഒരു കോൺസെപ്റ്റ് പഠിച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്ത് അതൊരു സ്കില്ലാണ് ശരിക്കും അല്ലെ. നമ്മുടെ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ബോഡി ഫിറ്റ് ആക്കുന്നത് പോലെ മാത്സ് നമ്മുടെ ബ്രെയിനിനുള്ള എക്സസൈസ് ആണ്, അതൊരു സ്കില്ലാണ്. ഓക്കെ, സോ അങ്ങനെ വിചാരിച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കാതെ അത് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ ബോറടിപ്പിക്കുന്നത്. നമുക്ക് ഫസ്റ്റത്തെ സ്റ്റഡി ഹാക്കിലേക്ക് പോയാലോ. ഫസ്റ്റ് സ്റ്റഡി ഹാക്ക്, യെസ്, ആന്റി ഓവർലോഡ് റൂൾ. ഓക്കെ, ഓവർലോഡ് അല്ല ആന്റി ഓവർലോഡ്. ഇങ്ങനെ ഓവർലോഡ് നമ്മൾ ഒഴിവാക്കുകയാണ്. ഓക്കെ, നമ്മുടെ തലയിലുള്ള ലോഡ് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം മാത്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. മാത്സ് സബ്ജക്റ്റിൽ വരുമ്പം നിങ്ങൾ ഒരു ദിവസം കുറേ ചാപ്റ്ററുകളൊന്നും നോക്കാതെ ഒരു സ്പെസിഫിക് ചാപ്റ്റർ അല്ലെ. ഇപ്പൊ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണെങ്കിൽ അതിൽ നമ്മൾ കോൺഗ്രുവൻസ് റൂൾസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ ടോപ്പിക് എടുക്കാം. ആ ഒരൊറ്റ ടോപ്പിക് ഇരുന്നിട്ട് അതിന്റെ മേലെ നിങ്ങൾ ആ ഒരു ഡേ നിങ്ങൾ മാത്സ് പഠിക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നിങ്ങൾ ആ ഒരു ഡേ വർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു ടോപ്പിക് ആണെങ്കിൽ ആ ഒരു ടോപ്പിക് എടുത്തിരിക്കുക. അതിന്റെ മേലെ നിങ്ങൾ ആ ഒരു ദിവസം വർക്ക് ചെയ്യുക. അപ്പൊ ടാക്കിൾ 1 ടോപ്പിക് ഡേ. ഒരു ദിവസം ഒരു ടോപ്പിക്, ഒരു സ്പെസിഫിക് ടോപ്പിക്, ഒരു പേജല്ല ഞാൻ പറയുന്നത്, ഒരു ടോപ്പിക്, ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക, അതിന്റെ മേലെ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മുടെ ഓവർലോഡ് പോയി. അല്ലെങ്കിൽ ഒരു ദിവസം കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ഒരൊറ്റ കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ പല കാര്യങ്ങളും ചിന്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്മോൾ ഡെയിലി വിൻസ് ഇസ് ഈക്വൽ ടു മാസീവ് സ്പീഡ് ബൈ എക്സാമിനേഷൻ ഡേ. സോ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിന് 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, കോൺസെപ്റ്റ് ക്ലാരിറ്റി. ഫസ്റ്റ് 30 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം ഫസ്റ്റ് 30 മിനിറ്റ്സ് എന്താക്കുക, കോൺസെപ്റ്റ് ക്ലാരിറ്റി. അതായത് നിങ്ങൾ ആ ടോപ്പിക് എടുക്കുമ്പോൾ ഇപ്പൊ ട്രിഗ്നോമെട്രി എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് നോക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കുക, വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് പഠിക്കുന്നതെങ്കിൽ വീഡിയോസ് നോക്കുക, ലെക്ചറുകൾ കണ്ടിട്ടാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റിയുടെ ടൈമാണ് 30 മിനിറ്റ്സ്. ഓക്കെ, ഈ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് ബേസിക് പ്രോബ്ലംസ്. ഓക്കെ, നിങ്ങൾ ആ ബേസിക് പ്രോബ്ലംസ് അതിലുണ്ടായിരുന്ന ആ ഒരു ഡെഫിനിഷൻസ് ഒക്കെ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ബേസിക് പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ സോൾവ്ഡ് എക്സസൈസസ് ആയിട്ട് ഉണ്ടാവുന്നതൊക്കെ ബേസിക് പ്രോബ്ലംസ് ആയിരിക്കും. അത് ചെയ്യാം. അതാണ് നിങ്ങളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അത് 30 മിനിറ്റ്സ്. നെക്സ്റ്റ് 30 മിനിറ്റ്സ് നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ആൻഡ് ദെൻ ബേസിക് പ്രോബ്ലംസ് ആൻഡ് ദെൻ ഹാർഡ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ ടോപ്പിക്കിനും കുറച്ച് സെറ്റ് ഓഫ് ഹാർഡ് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാമിലേക്കൊക്കെ വരുമ്പോൾ ഒരു വലിയ വെയിറ്റേജ് കൂടി വരുന്ന മാർക്കൊക്കെ എന്തായിരിക്കും, കുറച്ചുകൂടി ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ആയിരിക്കും. സോ അത് നിങ്ങൾ നേരെ ഡിഫിക്കൽട്ട് പ്രോബ്ലംസിലേക്ക് പോവാണ്ട് ഫസ്റ്റ് നമ്മൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തി, അത് കഴിഞ്ഞ് നമ്മൾ ബേസിക് പ്രോബ്ലംസിന് നമ്മുടെ ആ ഒരു കോൺസെപ്റ്റിനെ കുറച്ചും കൂടെ നമ്മൾ സ്ട്രോങ്ങർ ആക്കിയിട്ട് ഹാർഡ് പ്രോബ്ലംസിലേക്ക് നമ്മൾ പോകണം.
സോ ഇങ്ങനെയാണ് നമ്മൾ ആന്റി ഓവർലോഡ് റൂൾ ചെയ്യേണ്ടത്. ആന്റി ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലോഡ് ഒക്കെ ഒഴിവാക്കി ഒരൊറ്റ ലോഡ്, ഒരു ടോപ്പിക് ഒരു ഡേ. അപ്പൊ ഈ ഒരാളിൽ നിന്ന് നമുക്ക് ഡിഫറെന്റ് ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ. നെക്സ്റ്റ്, ആക്റ്റീവ് റീകോൾ. അത് നമ്മൾ എപ്പോഴും ഏതൊരു വീഡിയോ, നിങ്ങൾ എന്തെങ്കിലും സ്റ്റഡി ഹാക്കിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും ആക്റ്റീവ് റീകോൾ, അല്ലെ? ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ എന്തായാലും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം ഒക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കാം. ഇനി നിങ്ങൾ വീണ്ടും ആ കോൺസെപ്റ്റിലേക്ക് ഒന്നും കൂടെ പോകണം, അല്ലെങ്കിൽ നിങ്ങളത് മറക്കും, അല്ലെ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറക്കും. അതുകൊണ്ട് എന്താണ്, നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പിൽ ഒരു 1-2 ദിവസത്തിൽ നിങ്ങൾ അത് കോൺസെപ്റ്റ് ഒന്നും നോക്കാതെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ്, അല്ലെ, ക്ലോസ് യുവർ നോട്ട്ബുക്ക് ആൻഡ് ട്രൈ സോൾവിങ് ഫ്രം മെമ്മറി. അതായത് നിങ്ങളുടെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഒഴിവാക്കിച്ച് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് നിങ്ങൾ ഒന്നും നോക്കാതെ, നോട്ട്ബുക്കും കോൺസെപ്റ്റ് ഒന്നും നോക്കാണ്ട് ട്രൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്ലോസ് യുവർ നോട്ട്ബുക്സ്, അതൊക്കെ ഒഴിവാക്കിയിട്ട് അത് ട്രൈ ചെയ്യാൻ നോക്കാം, അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് റീകോൾ. എന്നിട്ട് എന്താണ്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ നോട്ട്ബുക്ക് തുറന്നിട്ട് ഫോർമുലാസും കോൺസെപ്റ്റും ഒന്നും കൂടെ നോക്കാം. ഓക്കെ, റിവ്യൂ ദ സെയിം ടോപ്പിക് ആഫ്റ്റർ 1, 3 and 7 days. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട്ബുക്ക് അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണത്, അല്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു 2-3 ക്വസ്റ്റ്യൻസ് എടുത്ത് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എവിടെയാണ് സ്റ്റക്ക് ആവുന്നതെന്നൊക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട്ബുക്ക് തുറക്കുക, ഫോർമുലാസും കോൺസെപ്റ്റും നോക്കുക. ആൻഡ് നിങ്ങൾ ഈ ഒരു സെയിം കാര്യങ്ങൾ നിങ്ങൾ 1, 3, 7, അല്ലെ, ഫസ്റ്റത്തെ ഡേ, അത് കഴിഞ്ഞ് 3rd ഡേ, അത് കഴിഞ്ഞ് 7th ഡേ, ഇതേ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ അത് ഉറച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഈ ആക്റ്റീവ് റീകോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബ്രെയിനിൽ. നമ്മൾ വിചാരിക്കും ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യമാണ് നമ്മുടെ മെമ്മറിന് നമ്മുടെ മെമ്മറിയുടെ ആ ഒരു സ്ട്രെങ്ത്തിനെ വർദ്ധിപ്പിക്കുന്നത്, അല്ലെ? നമ്മൾ വിചാരിക്കുന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ ബ്രെയിനിന് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പഠിച്ച കാര്യം ഈ ഒരു 1, 3, 7th ഡേ ആകുമ്പോഴേക്കും എന്താണ്, അത് നന്നായിട്ട് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. ആൻഡ് എക്സാംസിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്റ്റീവ് റീകോൾ. അടുത്തത് പ്രോബ്ലം സോൾവിംഗ് പിരമിഡ്. ഓക്കെ, പിന്നെ നമുക്ക് ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലം ആണ് ഈ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതൊരു പിരമിഡ് ആയിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്താണ് ഫസ്റ്റ് നിങ്ങൾ, അതായത് പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരല്ലേ. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമ്പിൾ പ്രോബ്ലംസ്, അണ്ടർസ്റ്റാൻഡിങ് സൊല്യൂഷൻ ഫ്ലോ. എക്സാമ്പിൾ പ്രോബ്ലംസ് ആണ് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ സോൾവ്ഡ് ആയിട്ടുണ്ടാവുന്ന ആ ഒരു പ്രോബ്ലംസ്, കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആദ്യം എടുത്ത് ചെയ്യാം. എന്നാൽ അതിലെന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ അവർ ചെയ്ത് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഈസി ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ എന്താണ് കുറച്ച് ഇപ്പോൾ ഗൂഗിളിൽ നിന്നായാലും അല്ലെങ്കിൽ വേറെ വർക്ക് ഷീറ്റ്സ് എന്നൊക്കെ ആയാലും ഈസി പ്രോബ്ലംസ് എടുത്തിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈസി പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ബിൽഡിംഗ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകണം. അടുത്ത ലെവലാണ് മീഡിയം ക്വസ്റ്റ്യൻസ്. മീഡിയം ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ കുറച്ചും കൂടി ഹാർഡർ ആയിരിക്കും, ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്ക് ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്റ്റാമിനെ ട്രെയിൻ ചെയ്തു, അതായത് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തി, മീഡിയം ക്വസ്റ്റ്യൻസിന്റെ സ്ഥലത്ത് വരെ എത്തി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ മെയിൻ നമുക്കൊരു ദുഷ്ടനെ പോലെ വരുന്ന ഒരാളാണ് ഈ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതെന്താണ് നമ്മുടെ കോൺഫിഡൻസിനെ ലോക്ക് ചെയ്യും. ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തായാലും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി പറ്റും. അപ്പൊ എന്താണ് നമുക്കൊരു കോൺഫിഡൻസ് വരും, യെസ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫ്ലോയിൽ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റക്ക് ആവുന്ന മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ എടുത്ത് ചാടാ ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിലേക്ക്. കാരണം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും നമ്മുടെ എക്സാംസിലൊക്കെ ഉണ്ടാവുക. ലോങ്ങർ വെയിറ്റ് 5 മാർക്കിന് 6 മാർക്കിനൊക്കെ വരുന്നത് മിക്കവാറും എന്തായിരിക്കും, ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ വിചാരിക്കും യെസ് 6 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ പോരെ, ഇതൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മാത്സിനെ ഹേറ്റ് ചെയ്യാൻ കാരണം അതാണ്. മാത്സിന് ഒരു വേ ഉണ്ട്. നമ്മൾ എക്സാമ്പിൾ പ്രോബ്ലംസ് ചെയ്ത്, ഈസി പ്രോബ്ലംസ് ചെയ്ത്, മീഡിയം പ്രോബ്ലംസ് ചെയ്ത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കണം. ഓക്കെ, അല്ലാതെ നേരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ എനിക്ക് മേ ബി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അപ്പൊ നമ്മൾ 3 ഹാക്സ് കണ്ടു. നെക്സ്റ്റ് വൺ ഇസ് നോ പ്രൊക്കാസ്റ്റിനേഷൻ ഹാക്ക്. പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പഠിക്കാനേ ഇരിക്കാൻ തോന്നുന്നില്ല എന്നുള്ളത്, അല്ലെ? ഇപ്പൊ ചെയ്യണ്ട, പിന്നെ ചെയ്യാം എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റഡി ഹാക്സിൽ 7 മണിക്ക് പഠിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. 7 മണി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടാവും നമ്മൾ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ വാച്ചോ നോക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഇരിക്കും എന്നാ പിന്നെ വേണ്ട, എന്നാ പിന്നെ 7:30 ആവട്ടെ. അപ്പൊ 7:30 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാരണം ആ ക്ലോക്ക് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു 7:35 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ വിചാരിക്കും ഇല്ല പോട്ടെ, 8 മണിക്ക് നോക്കാം. അപ്പൊ ആ ഒരു സാധനം നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. നമ്മൾ ഇന്ന് ഇപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ 4 o'clock തൊട്ട് പഠിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയം ഇങ്ങനെ മടി വന്നു, TV ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ചു നേരം കൂടി കാണാമെന്ന് വിചാരിക്കും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, ഐ ജസ്റ്റ് ഡു ഫോർ 10 minutes. ഞാനൊരു 10 മിനിറ്റ്
പഠിക്കാം, ഒരു 10 മിനിറ്റ് പഠിച്ചിട്ട് വേണം തിരിച്ചു വരാൻ നമ്മൾ വിചാരിക്കുക. അതെന്തായാലും ചെയ്യണം. ആ ഒരു 10 മിനിറ്റ് ആ ഒരു മടി കാണിക്കരുത്. അതായത് നമ്മൾ ഫോൺ നോക്കുകയാണോ അല്ലെങ്കിൽ TV കാണുകയാണെങ്കിൽ ആ ഒരു നമുക്ക് പഠിക്കാനിരിക്കാനുള്ള സമയമായി എന്ന് കാണുമ്പോൾ വിചാരിക്കുക ഒരു 10 മിനിറ്റ് ചെയ്യാം, 10 മിനിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയിരുന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കുറച്ചും കൂടി ഇരിക്കാൻ നമുക്ക് തോന്നും. ഒബ്വിയസ്ലി നമുക്ക് തോന്നും. ഇങ്ങനെയാണ് മിക്ക ആൾക്കാരും, മിക്ക ടോപ്പർ ആയിട്ടുള്ള ആൾക്കാരും പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോഴൊക്കെ നമുക്കിപ്പം എക്സാംസിന്റെ സമയമൊക്കെ ആകുമ്പോൾ രാവിലെ എണീക്കണം, ഒരു 6 o'clock എണീക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 6 o'clock നമ്മൾ അലാറൊക്കെ അടിഞ്ഞ് ഇങ്ങനെ കേൾക്കുന്ന പക്ഷെ എന്നാലും ആ ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം കൂടി കിടക്കാൻ കുറച്ച്. അപ്പോൾ നമ്മൾ എന്താ കഴിക്കേണ്ടത്, ജസ്റ്റ് ഒരു 5 മിനിറ്റ് പഠിക്കാൻ നോക്കി നോക്കാന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോയിൽ എണീക്കാം. അതും ആലോചിച്ച് കിടക്കരുത്. ആ ഒരു ഫ്ലോയിൽ ഒരു 5 മിനിറ്റ് നോക്കാന്ന് വിചാരിച്ച് ജസ്റ്റ് എണീക്കുക. അത് മതി. ആ ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യം നിങ്ങൾക്ക് ഒരു മടി വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് പഠിച്ചേക്കാം. 10 മിനിറ്റ് ആ ബുക്കിന് മുന്നിൽ ഒന്ന് പോയിരുന്നു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ ബ്രെയിനും വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ ബ്രെയിന് കുറച്ചും കൂടി ഒന്ന് വാമപ്പ് ആവും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഓക്കെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വരുമ്പോൾ നിങ്ങൾ തന്നെ സ്വന്തം ഇരിക്കും. ആരും നിങ്ങളെ പിടിച്ചിരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അടുത്ത റൂളാണ് ഡെയിലി മാത്ത് മിനി റുട്ടീൻ. സോ ഈ ഒരു വീഡിയോ കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഒരു ഹാക്കും ചെയ്യുന്നില്ല അല്ലെ, ഈ ഒരു വീഡിയോയിൽ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാക്ക് ഇതാണ്. അതായത് ഈ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും ഹാക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒറ്റൊന്നേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാം നല്ലതാണ്, പക്ഷെ ഒറ്റൊന്നേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മാം എന്ന് തോന്നുകയാണെങ്കിൽ അത് ഇതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ ഒരു 1 hour റൂൾ, 1 hour ഗോൾഡൻ റൂൾ, നമ്മുടെ ഡെയിലി മാത്ത് മിനി റുട്ടീൻ. എന്താണ് ഡെയിലി മാത്ത് മിനി റുട്ടീനിലുള്ളത്? 20 minute കോൺസെപ്റ്റ് ഫോർമുല. അതായത് 20 മിനിറ്റ്സ് നമ്മൾ കോൺസെപ്റ്റും ഫോർമുലാസും നോക്കാം. ഓക്കെ, 1 hour റൂളാണ്, 1 hour ഗോൾഡൻ റൂൾ. ഓക്കെ, 20 മിനിറ്റ് നമ്മൾ കോൺസെപ്റ്റ്സും ഫോർമുലാസും നോക്കും. ഓക്കെ, നമ്മൾ 1 hour ടൈമർ വെക്കുന്നു, 20 മിനിറ്റ്സ് നമ്മൾ അതിൽ സെറ്റ് ആക്കി വെക്കുന്നു, കോൺസെപ്റ്റും ഫോർമുലാസും നമ്മൾ ആദ്യം നോക്കുന്നു. ഓക്കെ, 20 മിനിറ്റ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് 30 മിനിറ്റ്സിൽ പ്രോബ്ലം സോൾവിംഗ് സ്പ്രിന്റ് ആണ്. സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി കൊടുക്കുന്ന പോലെ. അതായത് പ്രോബ്ലം സോൾവിംഗ് നമ്മൾ ഒരു 30 മിനിറ്റ്സ് നമ്മൾ എന്താക്കുക, പ്രോബ്ലം സോൾവ് ചെയ്ത് ഇങ്ങനെ വരാം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു, 30 മിനിറ്റ്സ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. ദെൻ 10 മിനിറ്റ്സ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 10 മിനിറ്റ്സ് നമ്മൾ റിവ്യൂ പ്രീവിയസ് മിസ്റ്റേക്ക്, നമ്മൾ മുന്നേ ചെയ്തു പോയ മിസ്റ്റേക്കുകൾ നമ്മൾ നോക്കുക. അതായത് മുന്നേ ചെയ്തു പോയ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പക്ഷെ അതുപോലും തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതെന്താ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് നമ്മുടെ ആ ഒരു 10 മിനിറ്റ്സിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലോ നമ്മൾ ഡെഫിനിഷൻസ് പഠിച്ചതിലോ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്ത മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കലാണ് ഈ 10 മിനിറ്റ്സ്. സോ എന്തൊക്കെയാണ്? 1 hour ഗോൾഡൻ റൂൾ, ഡെയിലി മാത്ത് മിനി റുട്ടീൻ. ഈ ഡെയിലി മാത്ത് മിനി റുട്ടീൻ നിങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് വരാണ് ചെയ്യേണ്ടത്. സോ 1 hour നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 20 മിനിറ്റ്സ് കോൺസെപ്റ്റ് ക്ലാരിറ്റി, 30 മിനിറ്റ് നമ്മൾ പ്രോബ്ലം സോൾവിംഗ് ചെയ്യും. ഏതൊക്കെയോ ഈസി ക്വസ്റ്റ്യൻ, ടഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ആ ടോപ്പിക്കിൽ നിന്ന് അത് ചെയ്യുന്നു. 10 മിനിറ്റ്സ് വെരി ഡെഡിക്കേറ്റഡ് 10 മിനിറ്റ്സ് ഫോർ ഐഡന്റിഫൈങ് അവർ മിസ്റ്റേക്സ്. നമ്മൾ മിസ്റ്റേക്സ് ആയിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു 10 മിനിറ്റ്സ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമ്മൾ ചില ടോപ്പിക്കിൽ നമ്മൾ എപ്പോഴും തെറ്റ് വരുത്തുന്ന ഒരു ഭാഗം ഉണ്ടാവും. ആ തെറ്റ് വരുത്തുന്ന ഭാഗം നമ്മൾ വേറൊരു ചെറിയൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, ചെറിയൊരു നോട്ട്ബുക്കിൽ നമ്മൾ തെറ്റ് വരുത്തുന്ന ക്വസ്റ്റ്യൻസ്, മേ ബി ഒരു ഏരിയ കാണുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏരിയ കാണുന്നതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. ഒരു പാത്ത് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു പീസ്, ഒരു വലിയ റെക്ടാങ്കിൾ ഉള്ളുന്ന ഒരു പീസ് ഒഴിവാക്കിയിട്ടാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഈ സ്പെസിഫിക് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൽ തെറ്റിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, ഒരു ചെറിയൊരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പിന്നീട് നമ്മുടെ എക്സാംസിലൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, യെസ് ഇത് ഞാൻ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഈ ഒരു തെറ്റിയ ഭാഗം, ഈ ഒരു തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തു വെക്കുക. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആണോ നോക്കി അത് ഉറപ്പ് വരുത്തി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇങ്ങനെ ഒരു ബുക്ക് എങ്ങനെയാണ് നമുക്ക് ഫോർമുല എഴുതി വെക്കാൻ ഒരു ബുക്ക്, ഫോർമുലാസ്, തിയറംസ്, പ്രോപ്പർട്ടീസ്, ഈസി ഹാക്സ് ഒക്കെ എഴുതി വെക്കാൻ ഒരു ബുക്ക്, നമ്മുടെ തെറ്റുകൾ എഴുതി വെക്കാൻ രണ്ടാമത് ഒരു ബുക്ക്. അത് വളരെ ഇമ്പോർട്ടന്റ്. ഒരു ചെറിയ 100 പേജിന്റെ ബുക്ക് മതി. ഇതുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഫോർ 1 year. നമ്മുടെ അക്കാഡമിക് ഇയർ 1 year ആണ്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് എന്താ നമ്മൾ തെറ്റുകളൊക്കെ എഴുതി വെച്ചത്. അപ്പൊ നമുക്ക് എന്താണ് ഈ തെറ്റുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വീണ്ടും ഇതേ സെയിം മിസ്റ്റേക്സ് വരുത്തുന്നത് വളരെയധികം കുറയും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി വെക്കണം എന്ന് പറയുന്നത്. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് എങ്ങനെയാണ് അല്ലെ നമ്മൾ 5 മാത്തമാറ്റിക്സ് ടാക്കിൾ ചെയ്യാനുള്ള 5 ഹാക്സ് ആണ് കണ്ടത്. പിരമിഡ് കണ്ടു, നമ്മൾ മിനി റൂൾ കണ്ടു അല്ലെ, ഡെയിലി മാത്ത് മിനി റുട്ടീൻ കണ്ടു. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ ഒരിക്കലും ഞാൻ ഡംബാണ്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് വിചാരിക്കാതെ എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് എങ്ങനെ പറ്റുക, ഞാൻ ഇങ്ങനത്തെ ഹാക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് എൻ്റെ ബ്രെയിനിനെ ഞാൻ ട്രെയിൻ ചെയ്തെടുക്കും. ഈസി പ്രോബ്ലംസ് നിന്ന് ടഫ് പ്രോബ്ലംസിലേക്ക് എത്തിച്ച് ഞാൻ എന്താണ് ആ ഈസി പ്രോബ്ലംസ് ടാക്കിൾ ചെയ്തു, മീഡിയം പ്രോബ്ലംസ്, ദെൻ ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്, ദെൻ വെരി ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ജീനിയസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനിക്കുമ്പോഴേ ജീനിയസ് ആയിട്ട് ജനിക്കുന്നതല്ല.
ജീനിയസുകൾ എന്ന് പറഞ്ഞാൽ അവരെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. അവർ കുറച്ചധികം ടൈം അതിന് വേണ്ടി കൊടുക്കുന്നതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഗെയിംസും നിങ്ങളുടെ ഹോബീസും ഒന്നും കളഞ്ഞിട്ടല്ല പഠിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന സമയം എന്തായിരിക്കണം, ഫോക്കസ് ആയിട്ട് എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള രീതിയിൽ പഠിക്കുന്നത് തന്നെ എങ്ങനെ എന്താണ് ഇതുപോലത്തെ ഹാക്കുകളൊക്കെ യൂസ് ചെയ്ത്, ഇതൊക്കെ വളരെ ടോപ്പേഴ്സും വളരെ നല്ല ഹയർ പൊസിഷൻസിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഹാക്സ് ആണ് ഇതൊക്കെ. അപ്പൊ അവരിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്റെ രീതിയിൽ ഞാൻ ഇതിനൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഡംബ് എന്ന് ഫീൽ ചെയ്യുന്നതിൽ ജീനിയസ് ആണ്, ഐ വിൽ ഡു ദിസ്, എന്നെ കൊണ്ട് പറ്റും, തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിൽ നിന്നേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പം തെറ്റിൽ നിന്ന് പഠിച്ചിട്ട് എന്താണ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഞാൻ ചെയ്യും, തെറ്റിയാലും കുഴപ്പമില്ല, ഞാൻ വീണ്ടും ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മാത്തിൽ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഹാക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ ഇതിൽ ഏത് ഹാക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ എന്തായാലും അറിയിക്കാം. സോ താങ്ക് യു സോ മച്ച്, ബൈ.